ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പ്രഭാവതിയുടെ നേരെ ഉണ്ടാകുന്ന അക്രമങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാറു. അതിന്റെ പിന്നിൽ ആ ശേഖര മേനോൻ തന്നെയാ. അയാൾ ആദ്യം എൻ്റെ അമ്മയെ ഇല്ലാതാക്കി, ഇപ്പോഴേ എൻ്റെ പ്രഭാവതി അമ്മയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് വിശാൽ പറയുമ്പോൾ പാറു പറയുകയാണ്, അല്ല, ചിലപ്പോൾ പ്രഭാവതി അമ്മയുടെ മുൻ ഭർത്താവിനും ഇതിൽ പങ്കുണ്ടെങ്കിലോ? ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ്, പ്രഭാവതിയമ്മയുടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചുപോയെന്നാ ഞങ്ങളോടൊക്കെ പറഞ്ഞത്. എന്നാലും അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സിലെ പാതി ചോദ്യത്തിനും ഉത്തരമാകുമെന്ന് പാറു പറയുന്നു. അങ്ങനെ വിശാലും പാറുവും കൂടി പ്രഭാവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയും പ്രതാപനെയുമാണ്. ചേച്ചി, ഏത് സമയത്ത് വേണമെങ്കിലും ഒരു അപകടമുണ്ടാകാമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പ്രതാപ, ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല, നീയായിട്ട് ഉണ്ടാക്കാതിരുന്നാ മതി, എല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാം. അതേസമയം ശേഖരൻ ഇവർ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതേസമയം തന്നെയാണ് വിശാലും പാറുവും പ്രഭാവതിയുടെ അടുത്തേക്ക് വരുന്നത്. അമ്മേ, എനിക്കൊരു സംശയം, അമ്മയുടെ ആദ്യ വിവാഹം ശേഖര മേനോനുമൊത്തായിരുന്നു എന്ന് വിശാൽ ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. ആ ബന്ധത്തിൽ നിന്നുണ്ടായ ശത്രുത കൊണ്ടാണോ അയാൾ അമ്മയെ കൊല്ലാനായി ഇങ്ങോട്ടേക്ക് വന്നത്? ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, അന്ന് അയാളുടെയും എൻ്റെയും മക്കളുടെ ഒപ്പമുള്ള ഫോട്ടോസ് കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാണല്ലോ നിനക്ക് ഈ സംശയമൊക്കെ. അയാളുമായി എനിക്കൊരു ബന്ധവുമില്ലെന്ന് ഞാനന്ന് നിന്നോട് പറഞ്ഞതല്ലേ? ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ്, ഇത് ശരിക്കും എൻ്റെ സംശയമല്ല, പാർവതിയുടെയാ. പാർവതിക്ക് എവിടുന്നാ ഇങ്ങനെ അനാവശ്യമായ ചിന്തകളൊക്കെ വരുന്നത്? എൻ്റെ ഭർത്താവ് മരിച്ചിട്ടേ കുറേ വർഷങ്ങളായി. അയാൾ മരിച്ച് ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് വിശാലിന്റെ അച്ഛൻ എന്നെ വിവാഹം കഴിക്കുന്നത്. ആദ്യ ഭർത്താവുമായുള്ള എൻ്റെ ജീവിതം നരകതുല്യമായിരുന്നു. അതുകൊണ്ട് പാർവതി അതിനെക്കുറിച്ചൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ്, അതമ്മേ, പാർവതിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ടാ പാർവതി അമ്മയുടെ അടുത്ത് വന്ന് അതൊക്കെ ചോദിച്ചത്. തുടർന്ന് പാറു പറയുകയാണ്, അമ്മേ, ഞാൻ കരുതിയത് അമ്മയുടെ ആദ്യ ഭർത്താവ് അമ്മയെ ഉപേക്ഷിച്ചു പോയെന്നും ഇപ്പോ അമ്മ നല്ല രീതിയിൽ ജീവിക്കുന്ന കണ്ടപ്പോ അയാൾ ഉപദ്രവിക്കാൻ വന്നെന്നുമാ. എൻ്റെ ആദ്യ ഭർത്താവിൽ നിന്നും എനിക്ക് കുറേയേറെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവസാനം ദൈവം എൻ്റെ വിളി കേട്ടതുപോലെയാ അയാളെ മുകളിലേക്ക് കൊണ്ടുപോയത്. പിന്നെ ഞാൻ ജീവിച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെയാണ് ഗോപിയേട്ടനുമായിട്ട് എൻ്റെ വിവാഹം കഴിയുന്നതും എനിക്ക് ഒരു മകനെ കൂടി കിട്ടുന്നതും. പാർവതി, എൻ്റെ ആദ്യ ഭർത്താവ് ആരാണെന്നറിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സംശയം തീരുമല്ലോ. ഞാൻ ആ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്രയും പറഞ്ഞുകൊണ്ട് പ്രഭാവതി ഒരു ഫോട്ടോ എടുത്തുകൊണ്ടുവന്ന് അവരെ കാണിക്കുകയാണ്. ഇത് കാണുന്ന പാറു മനസ്സിൽ പറയുകയാണ്, ഞാൻ ഈ ഫോട്ടോ അല്ലായിരുന്നല്ലോ കണ്ടത്. തുടർന്ന് ആ ഫോട്ടോ വാങ്ങിയിട്ട് ഗാർഗി പറയുകയാണ്, അല്ലമ്മേ, മരിച്ചുപോയ എൻ്റെ അമ്മായച്ചന് വേണ്ടി വിപിനോ വിനയോ ആരും തന്നെ ആണ്ടുബലിയിടുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എൻ്റെ ഗാർഗി, സത്കർമ്മങ്ങളൊക്കെ ചെയ്തവർക്കല്ലേ ബലിയിടൂ. തുടർന്ന് എല്ലാവരും അവിടെ നിന്ന് പോയതിനു ശേഷം പ്രതാപൻ ചോദിക്കുകയാണ്, അല്ല ചേച്ചി, ഇതെങ്ങനെ സാധിച്ചു? എടാ, ഇതാടാ ഫോട്ടോഷോപ്പ്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനും മുറിയിലിരുന്ന് സംസാരിക്കുന്നതാണ്. ചേച്ചി, ആ പാർവതിക്ക് എന്തൊക്കെയോ കാര്യമായ സംശയമുണ്ട്, അതുകൊണ്ടാവും അവളിന്ന് അങ്ങനെയൊക്കെ ചോദിച്ചത്. ഇത് കേൾക്കുന്ന പ്രഭാവതി ചോദിക്കുകയാണ്, എടാ, ഇനി ഒരുപക്ഷെ അവള് എൻ്റെ കല്യാണ ഫോട്ടോ കണ്ടു കാണുമോ? കണ്ടിട്ടുണ്ടാകും ചേച്ചി, അത് മാത്രമല്ല അവള് ശേഖര മേനോനെ പറ്റി അന്വേഷിച്ചിട്ടുമുണ്ടാകും. പ്രതാപ, അങ്ങനെയാണെങ്കിൽ അത് വലിയ അപകടം തന്നെയാ. നമുക്കിതുവരെ ശേഖര മേനോനെ കണ്ടെത്താൻ സാധിച്ചില്ല പ്രതാപ എന്ന് പ്രഭാവതി ചോദിക്കുന്നു. എൻ്റെ ആൾക്കാരെല്ലാം അന്വേഷിക്കുന്നുണ്ടെന്നും ഇതുവരെ ഒരു അറിവുമില്ലെന്നും പ്രതാപം പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, എങ്കിലേ അവരെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ, അതിലും നല്ല ആൾക്കാരെ നമുക്ക് വെക്കാം. എന്താണെങ്കിലും ഉടനെ ശേഖര മേനോനെ കണ്ടെത്തണം. അയാളും പാർവതിയും തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിലേ നമ്മൾ ഇവിടുന്ന് പുറത്താക്കാൻ അയാള് പാർവതി വഴിയാകും ശ്രമിക്കുന്നത്. അയാൾ പറയുന്നത് സത്യമാണെന്ന് അവൾക്ക് തോന്നിയാലേ അവള് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാനായി ഏതറ്റം വരെ വേണമെങ്കിലും പോകും. ശേഖര മേനോനല്ല, മറിച്ച് ഞാനും നീയുമാണ് ഗായത്രിയുടെ കൊലപാതകത്തിന് പിന്നിലെന്നേ അവൻ അറിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടും ജീവനോടെ ഉണ്ടാകില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ശേഖര മേനോനെ കണ്ടെത്തണമെന്നും പ്രഭാവതി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ്. എന്താണെങ്കിലും പ്രഭാവതി എന്താകും അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ കുറിച്ച് ചിന്തിക്കുകയാണ് പാറു. അതേസമയം വിശാൽ അങ്ങോട്ടേക്ക് വരുമ്പോൾ പാറു പറയുകയാണ്, ഞാൻ കാരണം സാറിന് കൂടി ബുദ്ധിമുട്ടായല്ലേ? അതൊന്നും കുഴപ്പമില്ലടോ, എന്താണെങ്കിലും അമ്മയുടെ ആദ്യ ഭർത്താവല്ല അമ്മയെ കൊല്ലാൻ നോക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായല്ലോ. വിശാൽ സാർ, എൻ്റെ സംശയങ്ങൾ ഞാൻ സാറിനോടല്ലാതെ വേറെ ആരോട് പറയാനാ? പ്രഭാവതി അമ്മ ആദ്യത്തെ ഭർത്താവുമൊത്തുള്ള ജീവിതത്തിൽ എന്തൊക്കെയോ നമ്മളിൽ നിന്നും മറയ്ക്കുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത്. എന്താ പാർവതി നീ പറയുന്നത്? ഇനിയും ഇതിനെപ്പറ്റി അമ്മയോട് സംസാരിക്കണമെന്നാണോ? എൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടാതെ എനിക്ക് സമാധാനമുണ്ടാകില്ലെന്ന് പാറു പറയുന്നു. എന്താണെങ്കിലും അമ്മയെ വേദനിപ്പിക്കാൻ നിൽക്കണ്ട. നിനക്കിതിനെപ്പറ്റി എന്തറിയണമെങ്കിലും
കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. നമുക്ക് ഈ വിഷയം ഇവിടെ തീർക്കാം പാർവതി എന്ന് പറഞ്ഞുകൊണ്ട് വിശാല് മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് ടെൻഷനോടെ നിൽക്കുന്ന പാറുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.